സോളമാ സോളമാ എടാ എണീക്കടാ, നിനക്കല്ലേ ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. എണീക്ക്, സമയടാ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഡാ, ഇന്ന് ഇൻ്റർവ്യൂ ഒക്കെ ഉള്ളതല്ലേ നിനക്ക്? ബൈബിൾ വായിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ. എടാ, നിനക്ക് നല്ല വിശ്വാസമുള്ളതല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ജോലി കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. സോളമാ, ഇവനിതെവിടാ? ആ കൊള്ളാം, നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? ഡാ, ഇങ്ങോട്ട് നോക്കടാ. എന്താടാ? നിന്റെ ഇന്നത്തെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? പോയേ എന്താ അവൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോയി. നീയും ഞാനും കുറേ പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തായി? എടാ പോട്ടടാ മോനെ, എല്ലാം ശരിയാകൂടാ. നമ്മളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും. നീ പേടിക്കണ്ടടാ. വാ, നീ റൂമിലോട്ട് വാ, എല്ലാം ശരിയാവും. നീ ഇങ്ങോട്ട് വന്നേ, ഇരുന്നേ, ഇരിക്കടാ. നീ ഒന്ന് പോയടാ, നിനക്കിതൊക്കെ പറയാം. നിനക്കെന്താ, നല്ല ജോലിയുണ്ട്, കമ്പനി താമസം, കമ്പനി വണ്ടി, കടമൊന്നുമില്ല. എൻ്റെ അവസ്ഥ അതല്ല. നിനക്ക് അതുകൊണ്ട് ഇത്ര നല്ല വിശ്വാസമുള്ളത്. നിനക്ക് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം നടക്കും. എന്തൊക്കെ പ്രതീക്ഷയോടെ ഞാൻ പോയെന്ന് നിനക്കറിയാവോ? എന്നിട്ടിപ്പോൾ എന്തായി? നീ നിൻ്റെ ഒരു വിശ്വാസവും, നിനക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര വിശ്വാസമുള്ളത്. എടാ മോനെ, നിനക്ക് എല്ലാം ഉള്ള ഡെറിക്കിനെ മാത്രമേ അറിയൂ. ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്ന ഒരു ഡെറിക് ഉണ്ടായിരുന്നു, നിനക്കറിയാവോ? നീ ഈ ഫോട്ടോയിലേക്ക് നോക്കടാ. ഈ ഫോട്ടോയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. എടാ മോനെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ ഈ സ്ഥാനത്ത് ഞാനും എൻ്റെ ഇവിടെ വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അന്ന് നിന്നേക്കാളിലും തകർന്ന് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും അടിയുറച്ച് വിശ്വസിക്കാനും അന്ന് എന്നെ പഠിപ്പിച്ചത് അവനാ, അലൻ. എടാ ഡെറിക്ക്, എടാ എത്രയാണെന്ന് വെച്ചാൽ നീ വലിച്ചു കൂട്ടുന്നത്? നീ അതങ്ങ് നിർത്തിക്കേ. എടാ നീ ചായം കുടിക്ക്. എടാ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ. എടാ എന്താണ് ഇത്ര മാത്രം പ്രശ്നങ്ങളൊക്കെ? എടാ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാ. എടാ എല്ലാം ശരിയാകും. എന്തോന്ന് ശരിയാകാനടാ? നാട്ടിലുണ്ടായിരുന്ന ജോലിയും പോയി, പണ്ടാരടങ്ങി നാശിച്ചടാ, എല്ലാം പോയി നാശിച്ച്. എടാ ഡെറിക്ക്, എടാ വചനം എന്താ പറഞ്ഞേക്കുന്ന അറിയോ? എടാ നിന്റെ ഭാരം എല്ലാം കർത്താവിൽ അർപ്പിക്കുക, അവൾ നിന്നെ താങ്ങിക്കൊള്ളും. ഭാരം ഒന്ന് പോയടാ. എന്താടാ പറ്റിയത്? ഒന്ന് പോയടാ, ഭാരം ഏൽപ്പിക്കാനായിട്ട്. എനിക്ക് ഭാരം കൂടുതൽ കിട്ടിയിട്ടേ ഉള്ളൂ. നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അപ്പൻ അറ്റാക്ക് വന്ന് തളർന്ന് കിടപ്പിലായി. പിന്നെ കുടുംബഭാരം മൊത്തം എൻ്റെ തലയിലായടാ. പിന്നെ നാട്ടുകാരെ കടവും മേടിച്ച് ഞാനൊരു വലിയ കടക്കാരനായടാ. എടാ പോട്ടറാ, എടാ നിനക്ക് ദൈവം നല്ലൊരു ജോലി തന്നിട്ടില്ലടാ, നീ വിശ്വസിക്കേ. ഒന്ന് പോടാ. ഒരു ദൈവം,
എൻ്റെ ഒരു കൂട്ടുകാരൻ കാരണം എനിക്കിവിടെ ജോലി കിട്ടിയത്. അത് കടങ്ങൾ പോലും വീട്ടാൻ പറ്റണില്ല. നിനക്കറിയാലോ, നിന്റെ ഔദാര്യത്തിലല്ലേ ഞാൻ ഇവിടെ പുട്ടടിച്ച് ജീവിക്കണത്. എടാ അങ്ങനെ ഒന്നുമില്ലടാ. കുറേ നാളായിട്ട് സാലറി ഇത്തിരി കൂടാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ലടാ. എടാ പോട്ടറാ, എടാ നമുക്കെല്ലാം ശരിയാക്കാം. എടാ ഞാനില്ലടാ നിന്റെ കൂടെ, നമുക്കെല്ലാം ശരിയാക്കാടാ. എടാ അല്ല, ഞങ്ങളുടെ കമ്പനിയിൽ നിന്നൊരു ചർച്ച നടക്കുന്നുണ്ട് സാലറി ഇൻക്രിമെൻറ്റ് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാന്ന് പോണില്ല. നിനക്കല്ല വിശ്വാസമല്ലേ, ഇന്ന് പ്രാർത്ഥിച്ചാലേ നടക്കുമെന്ന് നോക്കാമല്ലോ. എടാ നിനക്കൊരു കാര്യം അറിയോ? എടാ ഞാൻ നിനക്ക് വേണ്ടി ഇന്നും കൂടെ പ്രാർത്ഥിച്ചേ ഉള്ളൂ. ദൈവം എന്താ എനിക്ക് കാണിച്ചതെന്ന് അറിയോ? എടാ നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ. എടാ ദൈവം നിനക്ക് വേണ്ടി നല്ലതാണ് കരുതി വെച്ചിരിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കടാ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല. എടാ നിനക്ക് ഇന്നല്ലേടാ സാലറി കൂട്ടുന്നതിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ഉള്ളത്. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ബൈബിളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോ. എടാ എല്ലാം ശരിയാകൂടാ. നീ നമ്മുടെ ഡെറിക്കിനെ കണ്ടോ? കുറേ നേരം ഞാൻ അവനെ വിളിക്കുന്നു. ആണോ? എവിടെ? നമ്മുടെ പാർക്കിൻ്റെ എവിടെയോ? നീ ഇപ്പോൾ എവിടെയാടാ നിൽക്കുന്നേ? ശരി, ഞാൻ ഇപ്പം അങ്ങോട്ട് വരുവാ. ഓക്കേടാ. എടാ നോക്കി, എടാ നീ ആ ഷൂ അങ്ങ് ഊരിക്കേ. എടാ ഊര്. ആ അവിടെ വെച്ചോ. എടാ എന്ത് പറ്റിയടാ? സാലറി കൂടുന്ന് വിചാരിച്ച് പോയതാടാ. ഉള്ള ജോലിയും കൂടി പോയടാ. എടാ നീ കിടന്നോടാ, നീ കിടന്നോ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. HR നിങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കാണുമല്ലോ. നിങ്ങളെപ്പോലുള്ള ആക്റ്റീവ് എംപ്ലോയീസിനെ പറഞ്ഞു വിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ നിവൃത്തിയില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഓൾറെഡി മാനേജ്മെൻറ്റിനോട് സംസാരിച്ച് നിങ്ങളൊരു മാസം സാലറി റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷ കൈവിടണ്ട. ഇത് നിങ്ങൾ ടെർമിനേഷൻ്റെ ലിസ്റ്റാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ കരിയറിൻ്റെ എൻഡാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ സൈൻ ചെയ്ത് HR-നെ ഏൽപ്പിക്കണം. പ്രതീക്ഷ കൈവിടേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതിപ്പോൾ വന്നൊരു അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ ഒരു അപ്കമിങ് പ്രൊജക്റ്റിലേക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു വേക്കൻസി ഉണ്ട്. ഇതൊരു സൂപ്പർവൈസർ പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിലും ഡബിൾ സാലറി കമ്പനി ഇതിന് ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പനി കാറും അക്കോമഡേഷനും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ 4 പേരും ഈ പോസ്റ്റിന് ഈക്വലി എലിജിബിൾ ആണ്. ലെറ്റ് സി. ഞാൻ HR സംസാരിച്ച് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ. റൈറ്റർ വെച്ച് സെലക്ട് ചെയ്യും. ഞാൻ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡെറിക്, പ്ലീസ് സിറ്റ് ഡൗൺ. കൺഗ്രാജുലേഷൻസ്, യു ആർ സെലക്ടഡ്.
എങ്ങനെയാണ് സർ? എൻ്റെ ഈശോയെ, ഇക്കാലം അത്രയും അങ്ങൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് അങ്ങെ കാണാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അങ്ങയുടെ ശബ്ദം ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ. കണ്ടില്ല ഞാൻ നിന്റെ രൂപം, കേട്ടില്ല ഞാൻ നിന്റെ നാദം. നടന്ന വഴികളിൽ അലഞ്ഞ ഇരുളിലും അറിഞ്ഞതേയില്ല നിന്റെ സ്നേഹം, നിന്റെ പ്രേമം എന്നെ പൊതിഞ്ഞു പിടിച്ചു എന്ന്. തിരുച്ചങ്കിൽ ചോരയാലെ എന്നെ വീണ്ടെടുത്തു എന്ന്. കണ്ടില്ല ഞാൻ നിന്റെ രൂപം, കേട്ടില്ല ഞാൻ നിന്റെ നാദം. ഈ നടന്ന വഴികളിൽ അലഞ്ഞ ഇരുളിലും അറിഞ്ഞതേയില്ല നിന്റെ സ്നേഹം, ആ പ്രേമം എന്നെ പൊതിഞ്ഞു പിടിച്ചു എന്ന്. അമ്മച്ചി, അമ്മച്ചി, എനിക്ക് ജോലി റെഡിയായി അമ്മച്ചി. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇതോടെ തീരാൻ പോവാ അമ്മച്ചി. ആണോടാ മോനെ, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. എടാ പിന്നെ അപ്പച്ചൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റിരുന്നടാ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു എനിക്ക് എണീറ്റ് നടക്കണോന്ന്. അപ്പച്ചൻ നല്ല സന്തോഷത്തിലാ. അമ്മച്ചി, ഇന്നലെ അപ്പച്ചൻ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പച്ചൻ വിളിച്ചെന്നോ? മോനെ, അപ്പച്ചന്റെ ഫോൺ കഴിഞ്ഞ ആഴ്ച താഴെ പോയടാ. അത് അന്ന് മുതൽ കേടാ. ഇരുളിലും പകലിലും കരളിലെ വ്യഥയിലും ഇടറി വീണ വഴിയിലും മരണനിഴലിൻ സ്മൃതിയിലും ആരുമില്ല വേളയിൽ കൈത്താങ്ങിനായി ഞാൻ കേഴവേ കണ്ടതില്ല ചാരി നിന്ന നിന്റെ രൂപം. കണ്ടില്ല ഞാൻ നിന്റെ രൂപം, കേട്ടില്ല ഞാൻ നിന്റെ നാദം. നടന്ന വഴികളിൽ അലഞ്ഞ ഇരുളിലും അറിഞ്ഞതേയില്ല നിന്റെ സ്നേഹം, നിന്റെ പ്രേമം എന്നെ പൊതിഞ്ഞു പിടിച്ചു എന്ന്. തിരുച്ചങ്കിൽ ചോരയാലെ എന്നെ വീണ്ടെടുത്തു എന്ന്. എടാ ഡെറിക്കേ, എനിക്ക് ഉറപ്പാടാ അന്ന് നിൻ്റെ ഫോണിൽ വിളിച്ചത് നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പച്ചൻ തന്നെയാണ്.
ഇനി എനിക്ക് വിശ്വാസമാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മളെ കാക്കാൻ അവനുണ്ടാവൂടാ. അന്നോട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം, അലനെ ഒന്ന് കാണണം. അവനിപ്പോൾ എവിടെയുണ്ട്? എടാ, നമ്മളെപ്പോലെ തകർന്നവർക്കും വിശ്വാസമില്ലാത്തവർക്കും പ്രത്യാശ നൽകാനായിട്ടേ അവൻ കൂടുതൽ പഠിക്കാൻ പോയിരിക്കുക. ഒരു 11 വർഷത്തെ പഠനം.